ബുദ്ധിമുട്ടാണ്. ഉറങ്ങുമ്പോൾ ചെവിയിൽ പഞ്ഞൊക്കെ വെച്ച് കടന്നുറങ്ങിയൊരു അവസ്ഥ എനിക്കറിയാം. കാരണം എൻ്റെ വീടിൻ്റെ ചുറ്റും റബ്ബറാണ്. അത്യാവശ്യം തണുപ്പുള്ള സ്ഥലത്താണ് ഈ ഒരു സാധനം വന്ന് നിൽക്കുള്ളൂ. ഒരുപാട് പേർക്ക് വീഡിയോ ഉപകാരപ്പെടും അല്ല തുക? കാരണം ഇതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് വന്നവർക്കേ അറിയുള്ളൂ. ഈ ചെവിയിൽ കയറിയിട്ട് പിന്നെ ഡോക്ടറെടുത്ത് കൂടിയ ആളുകളൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ വീഡിയോ കാണുന്നുണ്ടാവും. അതെ സുഹൃത്തുക്കളെ, ഞാനെന്നുള്ളത് മലപ്പുറം ജില്ലയിൽ മഞ്ചേരിക്കടുത്ത് മാരിയാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്മുടെയൊക്കെ വീട്ടിൽ മഴ പെയ്താലും അല്ലെങ്കിൽ റബ്ബറൊക്കെ പരിസരത്തുള്ള വീട്ടിലൊക്കെ ഇഷ്ടംപോലെ കോട്ടരുമ എന്ന് പറയുന്ന സാധനം ഉണ്ട്. നമ്മൾ മലബാർ മേഖലയിൽ പറയുക കോട്ടരുമ എന്നാണ്. പല സ്ഥലങ്ങളിലും ആയിരിക്കും വീഡിയോ കാണുക. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് അറിയാം. എന്തായാലും നമ്മൾ ഉറക്കത്തിൽ ചെവിയിലൊക്കെ കയറി കഴിഞ്ഞാൽ ഭയങ്കര ഡിസ്റ്റർബിംഗ് ആണ്. ഒരുപാട് അപകട സാധ്യതയുള്ള ഒരു സാധനമാണ് ഈ ഒരു കോട്ടരുമ. ഈ ഒരു കോട്ടരുമനെ തുരത്താൻ വേണ്ടി ഒരു ചെറിയൊരു വിദ്യ, വലിയ കാര്യമായിട്ട് ചിലവൊന്നുമില്ലാതെ ഒരു ഐഡിയ കണ്ടെത്തിയ ഒരു മനുഷ്യനെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഒരുപാട് ഐഡിയ. ഈ മനുഷ്യന് ഇത് മാത്രമല്ല, പേര് കേട്ട ഒരു മീൻപിടുത്തക്കാരൻ കൂടിയാണ്. ഒരുപാട് ഡോക്യുമെന്ററിയും ഒരുപാട് വീഡിയോസൊക്കെ ഒരുപാട് ചാനലിലൊക്കെ വന്നൊരു മഹാനും കൂടിയാണ്. അപ്പം മൂപ്പര് ചെറിയൊരു വിദ്യ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു സെറ്റപ്പ്. ബക്കറ്റ് കണക്കിന് സാധനങ്ങൾ ഇപ്പം നിലവിൽ അവിടെ ഒന്നുമില്ല. അതിന്റെ പിടിച്ച കുറച്ച് വിഷ്വൽസ് എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരാം. ആള് പുലിയാണ്. ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന സംഭവമാണ്. ഈ കോട്ടരുമ എന്ന് പറഞ്ഞ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. കുട്ടികളുടെ ചെവി കയറും, നമ്മുടെ ഭക്ഷണത്തിൽ വരും. അതുപോലെ തന്നെ അതിമൊന്ന് ഒരു ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ സാധനം. അപ്പം അത് നമ്മളെ സ്കിന്നിലായി കഴിഞ്ഞാൽ പൊള്ളും. അങ്ങനെയൊക്കെയുള്ള ഒരു പ്രശ്നമാണ്. ചെറിയൊരു അപകടകരമായ ജീവിയാണ് ഈ ഒരു ചെറിയ കോട്ടരുമ. അപ്പോൾ അതിനെ എങ്ങനെ അടിപൊളിയായിട്ട് കൂട്ടിലാക്കാം അല്ലെങ്കിൽ നശിപ്പിക്കാം എന്നുള്ളതാണ് ഇന്ന് ആ ഐഡിയ ആണ് പറഞ്ഞുതരാൻ പോണത്. നേരെ മൂപ്പര് പോയി കാണാം, എന്താണ് ഐഡിയ എന്ന് കാണാം. ഇതാണ് ഞാൻ പറഞ്ഞ മനുഷ്യൻ കേട്ടോ. ഒരുപാട് കുറെ ചാനലിലൊക്കെ വന്നിട്ടുണ്ടല്ലോ. നിങ്ങളുടെ പേരെന്ന് പറഞ്ഞാൽ? അബ്ദുസലാമാണ് പേര്. അബ്ദുക്ക എന്നാണ് വിളിക്കുന്നത് അല്ലേ? ഒരുപാട് എത്ര ചാനലിൽ വന്നിട്ടുണ്ട്? ഇപ്പൊ ഒരുപാട് വന്നിട്ടുണ്ട്. ഒരുപാട് ഡോക്യുമെന്ററിയും കാര്യങ്ങളും ഒക്കെ വന്ന മനുഷ്യനാണ്. ഇപ്പൊ ഈ ഒരു കോട്ടരുമയുടെ വിഷയമാണ് ഇന്നിവിടെ എത്തിച്ചത്. അതിന് മുമ്പ് നല്ല വെയിലാണ്. വെയിൽ പ്രശ്നം നമുക്ക് അതൊരു വിഷയമല്ല. നമ്മള് 6 മണിക്കൂർ വെയിൽ കൊള്ളുന്നത് നമുക്ക് ഇതൊരു വിഷയം. ഒരു ദിവസത്തിൽ 6 മണിക്കൂർ മിനിമം വെയിൽ കൊള്ളുന്നതാണ്. അപ്പൊ പിന്നെ ഒരു 10 മിനിറ്റിന്റെ ഒരു പ്രശ്നമില്ല. ഞാൻ ഈ ഒരു കോട്ടരുമനെ പിടിക്കുന്ന വിഷയം വേറൊരു വീഡിയോയിൽ കണ്ടിട്ടാണ് വന്നത്. ഇതിന്റെ കോട്ടരുമനെ പറ്റി പറയുകയാണെങ്കിൽ റബ്ബറൊക്കെ അടുത്തുള്ള വീടുകൾക്ക് ഇഷ്ടംപോലെ വരുന്നു. ഇഷ്ടംപോലെ ഉണ്ടാവും. റബ്ബർ എവിടെ ഉണ്ടോ അവിടെ എല്ലായിടത്ത് ഈ കൂടുതൽ ഓടിട്ട വീടുകളിൽ എനിക്ക് അനുഭവം. രണ്ട് വീട് ഓടിട്ടാണ്. മറ്റേ വാർപ്പിട്ടതാകുമ്പോ എന്താ വെച്ചാല് കൂടുതൽ വാർപ്പിന്റെ ചൂട് കൊണ്ട് അയിമ നിൽക്കൂല. അപ്പൊ ഓടിട്ട വരാകുമ്പോ എന്തായാലും കാനല് വരുമ്പോ നല്ല തണുപ്പ് വരും. ആ തണുപ്പില് എല്ലാം അഞ്ഞൂടും. ഇത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടാണ്. ഭക്ഷണം വരെ കഴിക്കാൻ കഴിയൂല. മേത്തായി കഴിഞ്ഞാൽ പൊള്ളും. അത് അവിടെ പിന്നെ ഒന്ന് വെച്ച് കിടന്ന അവിടെ ചോപ്പ് കളറാ ആസിറ്റ് മാറിക്കാണ്. അപ്പൊ അതിന് നമ്മൾ ചെയ്ത ഒരു പരിപാടിയാണ് ഇത്. അതൊന്ന് കാണിച്ചു കൊടുത്താ. ഇത് ഈ ഒരു തുണി വെച്ചിട്ടുള്ള പരിപാടി അല്ലേ? ഇതിപ്പോ കുറച്ച് പഴയതാണ്. ഇപ്പൊ വീഡിയോ വന്നിട്ട് 8-10 ദിവസം കഴിഞ്ഞിട്ട് സുഹൃത്താണ് കേട്ടോ എടുത്തിട്ടുണ്ട്. വീഡിയോ അറഫാത്ത് പറഞ്ഞ സുഹൃത്താണ് എടുത്തിട്ടുള്ളത്. ഇതിന്റെ സിസ്റ്റങ്ങളൊന്ന് പറഞ്ഞതാണ് എങ്ങനെ വെച്ചാൽ ഇത് പിന്നെ നീർത്തിണ്ടിട്ട ഈ വെള്ള തുണി ഇതിന് കുറച്ച് കളറും കൂടി വേണം. വെള്ള ഇത് ചളിയായത് കൊണ്ടാണ്. നീർത്തിയിട്ടതിന്റെ ശേഷം ഒരു ഓയിൽമെന്റ് ഇടുക. അതായത് ഈ ഓയിൽമെന്റിന്റെ കേസ് പറഞ്ഞല്ലേ, ഓയിൽമെന്റ് നമുക്ക് ഇവിടുന്ന് വാങ്ങാൻ കിട്ടുമോ? അത് ചില പീടികകളിൽ നിന്നൊക്കെ അത് ഓയിൽ വേണമെന്നില്ല, മനാപ്പിയോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു തൈലം പോലത്തെ ഒരു സാധനം തേച്ചു കൊടുക്കുക. മൊത്തമായിട്ട് തേക്കണം. ഏകദേശം ഒരു ഭാഗങ്ങളിലൊക്കെ തേക്കുക. എന്നിട്ട് അടിയിൽ ബക്കറ്റ് വെക്കുക. 3 ബക്കറ്റ് വെക്കുക. എന്നിട്ട് ഇതേമാർക്ക് ബൾബ് ഉണ്ട്. ഈ ബൾബ് മറ്റുള്ള ബൾബുകളൊക്കെ ഓഫാക്കി തൽക്കാലം കുറച്ച് ഈ ബൾബ് മാത്രം കത്തിച്ചാല് അടുത്ത അയൽവത്തിലെ സാധനം ഫുള്ള് കംപ്ലീറ്റും ഈ ഒരു ബൾബുമൊക്കെ വരുന്നതൊക്കെ ഈ തുണിമ എപ്പോഴും ഉണ്ടാവും. 1-2 ഒക്കെ ഉണ്ടാവും. ഈ മടക്കിലൊക്കെ ഉണ്ടാവും ചിലപ്പോ. ഈ സാധനം ഫുള്ള് ആ ചുമരുമ്പോ ഫുള്ള് ഉണ്ടായില്ല. ആ ഫുള്ള് നമുക്ക് വരും. അതെനിക്ക് ഈ ചുറ്റുപാട്ടിലെ വരിത്തൊക്കെ അപ്പൊ ഒരു തൈലോ അല്ലെങ്കിൽ ആ ഒരു അതേമാതിരി ഒരു എണ്ണ വാരിക്കലോ എന്തെങ്കിലും മതി. അപ്പൊ അത് ഇതുമോ വന്നിരിക്കുമ്പോ നേരെ നമ്മൾ അടിയിൽ വെച്ചിട്ടുള്ള ബക്കറ്റ് അതിലേശം വെള്ളം വെച്ചിട്ട് ബക്കറ്റ് വെച്ചിട്ട് ആ ബക്കറ്റ് അങ്ങനെ ചാടിക്കോളും. ഇപ്പൊ നമുക്ക് കാണിച്ചു കൊടുക്കാൻ നിലവിൽ ഈ പറഞ്ഞ 2-3 ആളുകൾ മാത്രമേ ഉള്ളൂ. ഇതേ മുകളിലൊക്കെ ഉണ്ട് കേട്ടോ. ഇതിന്റെ ശല്യം എന്ന് പറഞ്ഞാൽ ചില്ലറ ശല്യമല്ല. അപ്പൊ അതിനെ അനുഭവിച്ച ആളുകൾക്ക് അറിയാം. ഈ ഒരു സാധനമാണ് നമ്മുടെ ചെവിയിൽ കയറി. അതേപോലെ തന്നെ ചെറിയ മക്കളുടെ ചെവിയിൽ വലിയവരെ കയറിയാലും ചെറിയവരെ കയറിയാലും ഒക്കെ പ്രശ്നമാണ്. അതങ്ങനെ പെറ്റ് പെരുകും എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അല്ലാതെ പോലെ എനിക്കറിയില്ല, ഇതുവരെ എന്റെ കയറിയിട്ടില്ല, കയറായിരിക്കട്ടെ. അപ്പോൾ അങ്ങനത്തെ ഒരു സാധനം അല്ലെങ്കിൽ എന്താ പറയാ തൈലം അല്ലെങ്കിൽ എണ്ണ പോലത്തെ ഒരു സാധനം അതിനുശേഷം ഇതിന്റെ അടിയിൽ വെച്ചു കൊടുത്താൽ ബക്കറ്റ് വെച്ചു കൊടുത്താൽ കുറച്ചു നേരം ഇരുന്നാൽ ഒന്നും ഇങ്ങനെ അരിക്കും വെള്ളത്തിൽ ചാടും. അങ്ങനെ ചാടും. നമ്മള് കൊല്ലണം എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ അതില് പറഞ്ഞത് എങ്ങനെ വെച്ചാൽ ചുടുവെള്ളമാണ്. കാരണം അത്രയും കൂടുതലായിരുന്നു. ആയിരക്കണക്കിന് സാധനങ്ങൾ. ഇതിപ്പോ നമ്മളിപ്പോ
കത്തിച്ച് കളയാതാലും പറ്റൂല. ചൂടുവെള്ളം മാറുന്നാണ്ട് വേണ്ട. അല്ലാന്നുണ്ടെങ്കിൽ ചിലവരൊക്കെ റോട്ടിൽ കൊണ്ടുവിടും നല്ല പൊടി വെയിലത്ത്. ആ വെയിലത്ത് തൂക്കൂല. ചൂട് ഇതിന് ഭയങ്കര അലർജിയാ. അതാണല്ലോ ഇപ്പൊ ഈ മടക്ക. അതുകൊണ്ടാണ് ഒരു തണുപ്പ് സമയത്ത് വന്ന് നിക്കണേ അല്ലേ? തണുപ്പിന്. അപ്പൊ ഇതിന്റെ യഥാർത്ഥത്തിൽ പറഞ്ഞാല് ഒരു വെള്ള തുണി, നല്ല വെള്ള തുണി, അതേപോലെ തന്നെ അത് കൂട്ട ഒരു ബൾബ്, ഒരേ ലെവൽക്ക് നിൽക്കുന്ന ബൾബ്. ആ ബൾബുമൊക്കെ വരുന്നൊക്കെ ഈ വെള്ള തുണി. അപ്പൊ നമ്മള് ആ ബൾബ് നിൽക്കൂല. ആ ഈ ലൈറ്റിനൊക്കെ ഈ തുണിമൊക്കെ വരുള്ളൂ. അപ്പൊ ബൾബ് ഇടുന്ന സമയത്ത് വീട്ടിലെ മറ്റുള്ള ബൾബുകളൊക്കെ ഓഫാക്കേണ്ടി വരും. ഇവർ ഇതുമൊക്കെ വരുന്നത് വരെ ഈ തുണിമ തേക്കണ ഒരു തൈലം പോലത്തെ എന്തെങ്കിലും. ഓക്കെ ഓക്കെ. ആ സാധനം നേരെ വന്ന് വീടൂല്ലേ? ഓക്കെ. ശരിക്കും നിങ്ങൾക്ക് എന്താണ് ജോലി? ഞാൻ മീൻ പിടിക്കാൻ പോകണ മത്സ്യത്തൊഴിലാളിയാണ്. ഫറൂഖില് ഒറിജിനല് പണി മത്സ്യത്തൊഴിലാളി, ഫറൂഖില് പിന്നെ ചാര്യത്താണ് പണി. അത് വർഷക്കാലം കഴിഞ്ഞാൽ പിന്നെ നാട്ടില് അല്ലറ ഇടവണ്ണ മമ്പാട് ഇങ്ങനെ ഞാൻ പോകാത്ത ഒരു രാജ്യവും ഇല്ല. എല്ലാ സ്ഥലത്തും പോയിട്ട് ഇങ്ങനെ മീൻ പിടിക്കുന്ന ആളാ. പിന്നെ പറഞ്ഞാൽ നാനാ ഭാഗത്തും എനിക്ക് കമ്പനി ഉണ്ട്. ആ ഒരു കാര്യത്തിൽ എനിക്ക് യാതൊരു മഞ്ചേരിന്നൊക്കെ അങ്ങോട്ട് ഫറൂഖും ഇവിടേക്കൊക്കെ പോലെ എല്ലാ സ്ഥലത്തും എല്ലായിടത്തും പോകും. മുക്കന്മാരി കൂടെ ഏരി കൂടെ ഒക്കെ പോകും. അപ്പൊ ഞാൻ ഏറ്റവും കുടുംബം എന്ന് പറഞ്ഞാൽ എനിക്ക് കുടുംബം എന്ന് പറഞ്ഞാൽ ഫറൂഖിലാ കാര്യം. ഈ സ്വന്തം നാട്ടിലാറെ ബന്ധു അതാ. ശരിക്കും നിങ്ങളെ സ്വന്തം നാട് ഇവിടെയാണോ? അല്ല, എന്റെ ഒറിജിനൽ നാട് വെള്ളയങ്കാടാ, പാണ്ടിക്കാട് വെള്ളയങ്കാട്. ഇത് ഉമ്മാന്റെ നാടാണ്. കാരണം ഞാനൊരു 8 വയസ്സിൽ ഇങ്ങോട്ട് വന്നതാ. അപ്പൊ ഉമ്മാന്റെ നേതൃത്വത്തിലാണ് ഇവിടെ സ്ഥലങ്ങളൊക്കെ എടുത്തുകൊണ്ട് അങ്ങനെ കൂടിയതാ. ഇപ്പൊ ഞാന് അറഫാത്ത് പിന്നെ ഈ ഒരു വീഡിയോ ഇങ്ങനെ എടുത്ത് കണ്ടപ്പോഴേ, കാരണം ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഒരുപാട് അഭിമുഖീകരിച്ച പ്രശ്നമാണ് ഈ കോട്ടരമ്പ. ഇത് സാധനം പാറ്റക്ക് പറ്റുമോ? ഈ മഴയൊക്കെ പൊടിയുമ്പോൾ പാറ്റക്ക് പറ്റുമോ? പാറ്റക്ക് വേറൊരു ഐറ്റംസ്. അതെന്താണെന്ന് പറഞ്ഞാൽ അത് അതിനായിട്ടില്ല. ഞാനൊരു സംഗതി തുടങ്ങണുള്ളൂ. പുതിയ കണ്ടുപിടുത്തത്തിൽ അത് എല്ലാവരും കണ്ടുപിടിച്ചില്ല, വേറൊരു മോഡലാ. പക്ഷെ അത് സൂചന നടന്ന് വിജയിച്ചാല് നമുക്ക് അടുത്തൊരു വീഡിയോ പ്രിയ സുഹൃത്തുക്കൾക്ക് ഞാൻ ചെറിയ ലെവലിൽ പറഞ്ഞുതരാം. ഇതേപോലത്തെ ഒരു പിന്നെ കമ്പ് എന്തെങ്കിലും നാട്ടിയിട്ട്, അതേപോലെ തന്നെ ഒരു 2 കമ്പ് നാട്ടുക. അതിന്റെ ശേഷം ഒരു വൈറ്റ് തുണി എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് വലിച്ച് കെട്ടിയതിന് ശേഷം ഒരു ബൾബ് ഹോൾഡർ കൊടുത്തിട്ട് ഒരു ബൾബ് അതിലിടുക. അതിന് ശേഷം വീട്ടിലുള്ള രാത്രി വരുന്ന സമയത്ത് ബൾബ് എല്ലാം ഓഫ് ചെയ്യുക. ഈ ഒരു ബൾബ് മാത്രം കത്തിപ്പിക്കുന്നത് ലെവലിൽ ചെയ്യുക. എന്നിട്ട് ഇതിൽ വല്ല തൈലോ അല്ലെങ്കിൽ വേറെ തരത്തിലുള്ള എന്തെങ്കിലും എണ്ണ എന്തൊക്കെ തേച്ചിട്ട് ഈ സാധനത്തിന് അവിടെ ഗ്രിപ്പ് കിട്ടരുത്. അഥവാ പിന്നെ ഈ കോട്ടർമ വന്നിട്ട് ഈ കോട്ടൻ്റെ തുണി ഉണ്ടാവുക, അതുമ്മ ഇരിക്കാനുള്ള ഗ്യാപ്പ് കൊടുക്കരുത്. അഥവാ ആ ഒരു ഇരിക്കാനുള്ള ഗ്രിപ്പ് കൊടുക്കരുത്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഓയിലും ഒക്കെ തേക്കുന്നത്. അതിന് ശേഷം താഴത്ത് ഇവിടെ എവിടെയെങ്കിലും വല്ല തൊട്ടിയോ വട്ടിയോ ബക്കറ്റോ എന്തെങ്കിലും വെക്കുക. നേരെ ആ സാധനക്ക് ഊർന്നിറങ്ങും എന്നാണ് അതൊക്കെ പറയുന്നത്. എന്തായാലും ഒന്ന് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കട്ടെ. ഈ ഒരു ശല്യമുള്ളവര് വിജയിക്കുന്നില്ല കാര്യത്തിൽ 100% ഉറപ്പാണ്. ഏത് ആൾക്കാർക്കും ഒരു സഹായമാണ് ആണല്ലേ? ഈ ചെറിയ കുട്ടികളിലോട്ടൊക്കെ വലിയ കാര്യമാണ്. അതെ, അത്രേ ഉള്ളൂ. അപ്പൊ നമ്മക്കിപ്പോ ഒരു കാര്യമായിട്ട് പറഞ്ഞോ 2 ആൾ കഴിച്ചിലായി കിട്ടിയാൽ അതാണ് നമ്മളെ റാറ്റ്. അപ്പോ ഇതാണ് അതൊക്കെ പറഞ്ഞ ചെറിയൊരു ഐഡിയ. പൈസ മുടക്കൊന്നുമില്ല ഇതിന്, ഒന്നുമില്ല. ഇനി എന്തെങ്കിലും വല്ല എണ്ണ അല്ലെങ്കിൽ വേറെ എവിടെയും കിട്ടും. പക്ഷെ ഒരുപാട് പേർക്ക് ഉപകാരമാണിത്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ വീട് ഓടാണ്. ഈ ഒരു കോട്ടർമ ശല്യം അതേപോലെ തന്നെ പാറ്റ ശല്യമൊക്കെ ഒരുപാട് അനുഭവിച്ച മനുഷ്യനാണ്. കാരണം ചെറിയ മക്കളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഉറങ്ങുമ്പോൾ ചെവിയിൽ പഞ്ഞൊക്കെ വെച്ച് കടന്നുറങ്ങിയൊരു അവസ്ഥ എനിക്കറിയാം. കാരണം എൻ്റെ വീടിൻ്റെ ചുറ്റും റബ്ബറാണ്. അത്യാവശ്യം തണുപ്പുള്ള സ്ഥലത്താണ് ഈ ഒരു സാധനം വന്ന് നിൽക്കുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നമുക്കൊരു വെള്ള തുണി എന്ന് പറഞ്ഞാൽ പുതിയ തന്നെ വേണമെന്നില്ല, പഴയ ഒരു വെള്ള തുണിയാലും മതി. ആ സാധനത്തുമ്മേ വല്ല ഓയിലോ തൈലോ എന്തെങ്കിലും തേച്ചുകൊണ്ട് നേരെ താഴേക്ക് വിടുന്ന വളരെ ചെറിയൊരു സിസ്റ്റമാണ്. അപ്പോൾ ഒരുപാട് പേർക്ക് വീഡിയോ ഉപകാരപ്പെടും. ഇല്ല തുക മാക്സിമം വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. കാരണം ഇതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് വന്നവർക്കേ അറിയുള്ളൂ. ഈ ചെവിയിൽ കയറിയിട്ട് പിന്നെ ഡോക്ടറെടുത്ത് കൂടിയ ആളുകളൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ വീഡിയോ കാണുന്നുണ്ടാവും. അപ്പോൾ മാക്സിമം ആളുകൾ കാണുന്നവരൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഒരുപാട് പേർക്ക് ഉപകാരമാവും. അതേപോലെ തന്നെ അദ്ദുക്ക അടുത്ത പരിപാടി പാറ്റനെ പിടിക്കണത്. അത് ഞങ്ങൾ പ്രവർത്തിച്ച് കണ്ടെത്തി വിജയിച്ചതിന് ശേഷം ഇൻഷാ അല്ലാഹ് വിൽ ബി ടു കമ്മിങ് സൂൺ നെക്സ്റ്റ് വീഡിയോ. ഓക്കെ, അപ്പോൾ തൽക്കാലം നിർത്തട്ടെ. ബൈ.